ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് സിയാനും അവളുടെ കൂട്ടുകാരെന്ന് വിചാരിച്ചിട്ട് ഇവന്റെ അടുത്ത് ടവൽ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് അവനാണ് സൈലന്റ് ആയിട്ട് നൈസൻ ഇവളുടെ ടവൽ എടുക്കുമ്പം അവൾ അകത്തിരുന്നോണ്ട് അമ്മമ്മ ആൻഷങ്ങനെ നല്ലോണം നോക്കിക്കോണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞിട്ട് അവൻ ചുമ്മാതെ നല്ല രീതിക്ക് ജീവിച്ചോണ്ടിരിക്കുക. അവൻ എങ്ങനെ നല്ല രീതിക്ക് നോക്കുന്നതെന്ന് ഇവള് അകത്തിരുന്ന് കളിയായിക്കൊണ്ടിരിക്കും. ഇത് കേട്ട് ഇവനും എനിക്കെല്ലാം ഉണ്ടെന്ന് ആരാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നൈസൻ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനേശം ഇവള് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ക്ലബിനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് ഇട്ടേക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ അപ്പം തന്നെ യാൻഷങ്ങനെ കാണാൻ പോയിട്ട് ഈ ക്ലബിന്റെ മാർക്ക് എങ്ങനെ എഴുതുന്ന പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊരു ക്ലബ്ബിൽ കോമ്പറ്റീഷന് പോയി അവാർഡ് വാങ്ങിച്ച ആരെങ്കിലും ഉണ്ട് ആ ക്ലബിന് തന്നെ മാർക്ക് കൂടിക്കോളും പറയും. പക്ഷെ ഇവിടെ സിയാന്റെ ഗ്രൂപ്പിൽ അങ്ങനെ കോമ്പറ്റീഷൻ പോയ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇതിൽ നല്ല മാർക്ക് കിട്ടിയാല് ഇവരുടെ ക്ലബിനുള്ള പൈസ എല്ലാം കിട്ടത്തോളം പറഞ്ഞിട്ട് അവൻ ഇവളെ നോക്കാതെ തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ മാർക്ക് കിട്ടിയില്ല വേറൊന്നും കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ അവന് മാർക്ക് കിട്ടിയില്ല ചിലപ്പോൾ ക്ലബ്ബ് തന്നെ ഇല്ലാതാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് അവളാണ് നമ്മുടെ ക്ലബ്ബ് എങ്ങനെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കിട്ടാനുള്ള പൈസ കിട്ടിയാല് ഇവരുടെ ക്ലബിനൊക്കെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഇവളും അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ജിയാങ്ങും അവൾ കോളേജ് അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ ഒരു ക്ലബ്ബിൽ ജോയിൻ ആവാൻ വേണ്ടി പോകും. അങ്ങനെ ഇവളാണ് നേരെ ക്ലൈംബിംഗ് ക്ലബ്ബ് അന്വേഷിച്ച് പോകുമ്പോഴാണ് ലിങ്ങാണ് ഇവളെ കണ്ട് പേടിച്ചിട്ട് എന്റെ പുറകെ തന്നെ വന്ന് ശല്യപ്പെടുത്താന്ന് പറഞ്ഞ് അവൻ എസ്കേപ്പ് ആകാൻ നോക്കും. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി നിന്റെ പുറകെ ആരാടാ വന്ന് ഇനി ക്ലൈംബിംഗ് ക്ലബ്ബ് അറിയണമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവൾ അവിടെ ചേരാൻ വേണ്ടി പേരെടുക്കാൻ നോക്കുമ്പോൾ അതേസമയം അവിടെ സിയാനെ കണ്ട ഉടനെ നീയാണ് ഇവിടുത്തെ ലീഡർ എന്ന് പറഞ്ഞിട്ട് അവൾ ഷോക്കായി പോകും. എന്നിട്ട് അവൾ അവളുടെ ഫോം കൊടുക്കുമ്പോഴാണ് സിയാനാണ് അതിന്റെ ഷോക്കായിട്ട് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് നീ വാങ്ങിച്ചിട്ടുണ്ടോ എങ്കിൽ പിന്നെ നമ്മുടെ ക്ലബ്ബ് നിലനിർത്താൻ നീ മാത്രം മതിയല്ലേ എന്നതിന് അവല്ല സന്തോഷത്തിൽ അവളെ ടീം എടുക്കാൻ വേണ്ടിയിരിക്കും. പക്ഷെ അവളാണ് അവിടുത്തെ റോപ്പ് എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് അത്രയ്ക്ക് സേഫ്റ്റി അല്ലെന്ന് പറഞ്ഞ് അവൾ ഈ ക്ലബ്ബിൽ ജോയിൻ ആവുന്നില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം സിയാനും അവൾ എങ്ങനെയൊക്കെ ടീമിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന ഇവളുടെ റൂംമേറ്റ് തന്നെയാ ജിയാങ് എന്ന്. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അവളോട് സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ജിയാങ്ങിനോട് ഒന്നും കൂടെ ചോദിച്ചു നോക്കുമ്പോൾ അവൾ ഞാൻ എന്തിനാ നിങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് ചേരുന്നതെന്ന് പറഞ്ഞ് സിയാനോട് ചോദിക്കും. അപ്പിലാണ് സിയാനും നിനക്ക് ക്ലൈംബിംഗ് ക്ലബ്ബ് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആദ്യം എന്നെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവളെ ടീമിൽ എങ്ങനെയൊക്കെ ഒന്ന് ചേരാൻ വേണ്ടി പറയും. എന്നാൽ മാത്രമേ കോളേജിൽ നിന്ന് പൈസയൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ ജിയാങ് ഇവളുടെ സംസാരം കേട്ടിട്ട് എങ്കിൽ പിന്നെ ഇനി 3 ദിവസം കഴിഞ്ഞ് ഇവരുടെ മേൽ മത്സരം വയ്ക്കാൻ പറയും. അങ്ങനെ അത് ഇവളെ ക്ലൈംബിംഗ് പൊട്ടിക്കുവാണ് അവൾ ക്ലബ്ബിൽ ചേരാന്ന് പറയുമ്പോൾ ഇത് കേട്ട് സിയാനും എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കിത് ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ സമ്മതിക്കും. ഇതേ സമയം ഇവിടെ ഷീ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന് വേണ്ടി വേറെ പെമ്പിള്ളേരൊക്കെ ലവ് ലെറ്റർ ഒന്ന് കൊടുത്തിട്ട് പോകും. പക്ഷെ ഇത് കാണുന്ന ടോങ് ആണ് അത് അവന്റെ കൊടുക്കാതെ എടുത്ത് വേസ്റ്റിനകത്ത് കീറി കളയും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ജിയാങ് ഇത് കണ്ടിട്ട് നീ ഫേക്ക് ആയിട്ട് ജീവിക്കുന്ന ഇതുവരെ നിർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടേക്ക് വരും. കാരണം ടോങ്ങിനെ കുറിച്ചുള്ള എല്ലാ സത്യം അവൾക്കറിയാം. അതിനുശേഷം അവിടേക്ക് വരുന്ന ലിങ് ആണ് ജിയാനെ കണ്ട് പേടിച്ചിട്ട് നീ എന്ത് ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവന് ഞെട്ടിപ്പോകും. കൂടാതെ സിയാനെ ക്ലൈംബിംഗ് ക്ലബ്ബിൽ ചലഞ്ച് ചെയ്ത് നീ അവളെ റാഗ് ചെയ്യാന്ന് പറഞ്ഞ് ജിയാനെ വഴക്കറിയുമ്പം അവൾ നീ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ, നീ വലിയ വലിയ കോമ്പറ്റീഷനിൽ പോയി വിജയിച്ചല്ലേ, എന്തിനാ പാവപ്പെട്ട അവളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. ഏതിന് അവന് യാൻഷയും കൂടെ സിയാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം ഇടയ്ക്ക് ടോങ് ആണ് കയറി നിനക്ക് ക്ലൈംബിംഗ് ക്ലബ്ബിൽ ചേരണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് ചേരുന്ന പറഞ്ഞ് ഇവളെ ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ ജിയാങ് ഇത് കേട്ടിട്ട് സ്വിമ്മിംഗ് ക്ലബ്ബ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെങ്കോച്ചുണ്ടെന്ന് പറഞ്ഞ് ടോങ്ങിനെ ഉദ്ദേശിച്ച് തന്നെ പറയും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഓരോ ദിവസവും സിയാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് റൂമിൽ വെച്ച് ഈ ജിയാങ് നിന്നെ റാഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ കുറെ വഴക്കുറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ജിയാങ്ങും ഒരേശം നിനക്ക് ചലഞ്ച് ഉണ്ട് പേടിയാണ് ഇപ്പൊ തന്നെ പിൻവാങ്ങിക്കുമെന്ന് പറഞ്ഞ് അവളും പറഞ്ഞു നോക്കും. പക്ഷെ സിയാനാണ് തീർച്ചയായിട്ടും ഞാൻ നിന്നെ ചലഞ്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഉറപ്പിച്ച് തന്നെ ഇരിക്കും. അങ്ങനെ ഇവള് പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്ന ജിയാങ്ങും കുറച്ച് ഇംപ്രസ് ആയിരിക്കുമ്പം അവിടേക്ക് വരുന്ന യാൻഷങ് അവളെ കണ്ടിട്ട് എന്താ അടുത്ത ആഴ്ചയല്ലാതെ ഇവിടെ തന്നെ നിൽക്കുന്നതും ചെയ്യിക്കും. അപ്പോഴാണ് ഇവളും ഞാൻ ജസ്റ്റ് അവളുടെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി വന്നയാ, പക്ഷെ ഇവള് സ്ലോ ആയതുകൊണ്ട് മിക്കവാറും ഞാനായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് ജിയാങ്ങും പറയും. ഇതേക്കുന്ന യാൻഷങ്ങും നീ അവളെ ചലഞ്ച് ചെയ്യാനുള്ള കാരണം അവൾ നിന്റെ വീട്ടിൽ നിന്ന് താമസിച്ചുകൊണ്ടാണെങ്കിൽ അത് ഞാനാന്നറിഞ്ഞ് ആ ദേഷ്യമൊക്കെ ഇവനോട് തീർക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും അങ്ങനത്തെ ചൈൽഡിഷ് പരിപാടിക്കൊന്നല്ല അവളെ ചലഞ്ച് ചെയ്ത് ഇവൾക്കൊരു നല്ല ക്ലബ്ബിൽ ചേരണമെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല ക്ലബ്ബായിരിക്കണം എന്നറിഞ്ഞ അവൾ സിയാനെ ചലഞ്ച് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് യാൻഷങ്ങും എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും സിയാൻ ക്ലൈംബിംഗ് ക്ലബ്ബിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഇവൾക്ക് വാക്ക് കൊടുക്കും. അതിനുശേഷം ജിയാങ്ങും എങ്കിൽ പിന്നെ അവൾ എന്നെ പൊട്ടിക്കാണ് ഞാൻ ഈ ക്ലബ്ബിൽ ചേർന്നോളെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം യാൻഷങ് അവളെ ഫുഡ് അടിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് സിയാൻ ഇതുവരെ ട്രെയിനിങ് ഒന്നും കഴിഞ്ഞില്ലെന്ന് പറയും. അപ്പോഴാണ് യാൻഷങ്ങും എങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് നീ ഒന്ന് ട്രെയിനിങ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അവൻ അവളെ ബീച്ചിലേക്ക് വിളിച്ചോണ്ട് വരുമ്പോഴാണ് ഇവളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചോണ്ടെന്ന് എന്നെ റെസ്റ്റ് എടുപ്പിക്കാനല്ലേ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവനും എന്തായാലും നീ എത്ര ട്രെയിനിങ് ചെയ്താലും അവളെ ഒന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് ഇവനും പറയും. ഇത് കേട്ട് അവളാണ് ചമ്മിയിട്ട് എന്തുവാണെന്ന് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ വേണം നോക്കിക്കോ, ഞാൻ അവളെ തീർച്ചയായിട്ടും പൊട്ടിക്കും, അതും അവൾ എന്റെ ക്ലബ്ബിൽ ചേർക്കാൻ വേണ്ടി മാത്രം. എന്നിന് ഇവളുടെ ധൈര്യം കണ്ട് അവന് സന്തോഷം വരും. അങ്ങനെ അടുത്ത ദിവസം അവസാനം ഇവരുടെ ചലഞ്ച് വരുമ്പോഴാണ് ലിങ്ങാണ്
സിയാന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ന് യാൻഷങ്ങിന് ക്ലബ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് യാൻഷങ്ങിന് വേണ്ടി ഇവനും ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് സിയാന്റെ ബെസ്റ്റ് കാണിക്കുന്ന പറഞ്ഞ് അവളെ ചെയർ ചെയ്യുമ്പോൾ ഇവളും കുറച്ച് സന്തോഷപ്പെട്ടാലും നീ യാൻഷങ്ങിന് ലൈവ് എന്താ തേങ്ങയാണെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് സൈലന്റ് ആകും. ഇതേ സമയം പ്രൊഫഷണൽ ആയിട്ടുള്ള ജിയാങ്ങും മത്സരത്തിന് വേണ്ടി അവള് റെഡി ആയിട്ടിരിക്കുമ്പോൾ ലിങ്ങാണ് ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും എന്റെ സിയാനെ വിജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കൂവിക്കൊണ്ടിരിക്കും. അതിനെ ഇവള് ദേഷ്യപ്പെടുന്നുണ്ട് അവനങ്ങ് സൈലന്റ് ആകും. എന്നിട്ട് ഇവരുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ സിയാങ്ങിനെക്കാളും ജിയാങ് ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീർച്ചയായിട്ടും നമ്മുടെ ലീഡർ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം ഉറപ്പായി. അങ്ങനെ പ്രോ ക്ലൈംബർ എന്ന് പറഞ്ഞ ഒരു പ്രോ തന്നെയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജിയാങ്ങിനെ കണ്ട് അന്തം വിട്ട് നിൽക്കും. ഇതേ സമയം ലിങ് ഇതൊക്കെ ലൈവായിട്ട് ഫോട്ടോസ് എടുത്ത് യാൻഷങ്ങിന് അയക്കുമ്പോഴാണ് അവന് സിയാൻ തോറ്റോന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇതേ സമയം ഇവളതൊന്നും വിട്ടുകൊടുക്കാതെ അവളുടെ കൂടെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ ഇവരെല്ലാരും കൂടെ സിയാനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവസാനം സിയാൻ അവളുടെ ഒപ്പം തന്നെ എത്തി അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവൾ ചെറുതായിട്ട് സ്ലിപ്പായി വീഴാൻ വേണ്ടി നോക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കണ്ട് ഇവരെല്ലാം പേടിച്ചിട്ട് സിയാനെ സുരക്ഷയായിട്ടിരിക്കാൻ വേണ്ടി പറയുമ്പോൾ അതേസമയം ഇതറിയാൻ വരുന്ന യാൻഷങ് ആണ് ഇവളുടെ കാലുപോയി എന്ന് മനസ്സിലാക്കിയിട്ട് ആ മീറ്റിംഗ് കളഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങും. ഇത് കാണുന്ന ജിയാങ്ങും സിയാൻ കാലുവായാലും കഷ്ടപ്പെടുന്നിട്ട് അവളും കുറെ സമയം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവസാനം ജിയാങ് ഇവർ തമ്മിലുള്ള മത്സരം ടൈ ആക്കും. എന്നിട്ട് ഇവിടെ കൂട്ടുകാരെ സന്തോഷത്തി സിയാനോർത്ത് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ജിയാങ് ആണ് ഞാൻ നിന്നെ മത്സരത്തിൽ പൊട്ടിക്കാത്തോണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ക്ലബ്ബിൽ ചേരാൻ പറഞ്ഞ് അവൾ സമ്മതിക്കും. അങ്ങനെ അതുകൊണ്ട് സിയാനെ സന്തോഷത്തി നീ ഞങ്ങളുടെ ടീമിൽ ചേരാൻ വേണ്ടി ഈ ചലഞ്ചൊക്കെ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് അവളെ ഈ ടീമിന്റെ കോച്ചായിട്ട് തന്നെ സിയാൻ ഏൽപ്പിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ജിയാങ് ആണ് അതൊത്തിരി ഫാസ്റ്റ് ആയി പോയെന്ന് പറഞ്ഞ് അവളും പറഞ്ഞോണ്ട് നാളെ രാവിലെ 8 മണിക്ക് ഷാർപ്പായിട്ട് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് ഓടിയെത്തുന്ന യാൻഷങ് ആണ് ഇവളുടെ കാലം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കി അവൾ അപ്പം തന്നെ ക്ലിനിക്കിലേക്ക് വിളിക്കും. അപ്പോഴാണ് ഇവൾക്ക് നടക്കാൻ പറ്റാത്തോണ്ട് യാൻഷങ് അവളെ പൊക്കിയെടുക്കുമ്പോൾ ഇത് കണ്ട് ഇവരെല്ലാം കൂടെ ഷോക്കായി യാൻഷങ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ട് അവരവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം ലിങ് വെറുതെ ഇരിക്കാതെ അവൻ അതെടുത്ത് ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഇടുമ്പോഴാണ് ഇത് കാണുന്ന ടോങ് ആണ് യാൻഷങ് അവളെ പൊക്കിക്കൊണ്ട് വന്നുകൊണ്ട് ദേഷ്യത്തിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവൻ അവളെ മരുന്നിട്ട് കൊടുക്കുമ്പോൾ അവൾ ഇവനെ കൊണ്ട് നാണിച്ചിട്ട് ഞാൻ ഇട്ടോളെന്ന് പറഞ്ഞ് അവനോട് കുറച്ച് ദേഷ്യത്തിൽ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്നവനും നിന്റെ അമ്മൂമ്മനെ നല്ല രീതിയിൽ നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ഈ ഡയലോഗ് കൂട്ടുകാരോടല്ലോ പറഞ്ഞ് ഇവൻ എങ്ങനെ അറിയാന്ന്. അതോടെ അവൾക്ക് പിടിയിട്ട് അന്ന് ടവലെടുത്തന്ന് ഇവനാണെന്ന്. അതുകൊണ്ട് നാണില്ലാത്തവനെ നീ ഗേൾസ് റൂമിലേക്ക് വന്നെന്ന് പറഞ്ഞ് അവനെ ചവിട്ടി കളയുമ്പം അവനും പേടിച്ചിട്ട് ഞാൻ അവിടുത്തെ വാർഡിനോട് ചോദിച്ചിട്ട് വന്നെ അത് ജിയാങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നിന് അവനും പറഞ്ഞ് അവളെ മനസ്സിലാക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ജിയാങ്ങും കട്ടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ഇവർക്കല്ലാതെ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെല്ലാരും കൂടെ ബിഗിനേഴ്സാ. അതുകൊണ്ട് ഇത് കാണുന്ന ജിയാങ് ആണ് ഇത്രയ്ക്കും ടയേർഡായി പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നത് പറഞ്ഞ് അവരൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന സിയാനാണ് നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ ടയേർഡായി കിടക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പിള്ളേരെല്ലാരും കൂടെ നമ്മുടെ പുതിയ കോച്ച് ജിയാങ് ഇങ്ങനെ ട്രെയിനിങ് തരുവാണ് മിക്കവാറും ഞങ്ങൾ ക്ലബ്ബിൽ നിർത്തി പോകാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേക്കുന്ന സിയാൻ അടുത്തേക്ക് ചെന്നിട്ട് അവളതിന് നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഇവൾ അടുത്തേക്കൊന്ന് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരും ജിയാങ് ഒരു ബിഗിനേഴ്സിനെ പോലെയല്ല അവളെ പോലെ ചാമ്പ്യൻസിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന പോലെ ഇവരെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ജിയാങ് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് സിയാനും എന്തായാലും അവളുടെ സ്കിൽസിന് നമ്മളെക്കാളും അവൾക്കായിരിക്കും ഈ ക്ലൈംബിങ്ങിനെ കുറിച്ച് നല്ലോണം അറിയത്തുള്ളൂ എന്നറിഞ്ഞ് നമ്മൾ അവള് പറയുന്നതും കൂടെ കേൾക്കണം എന്നറിയും. കൂടാതെ ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് ട്രെയിനിങ് ഒക്കെ അവളോട് സംസാരിച്ച് ഇവരുടെ ട്രെയിനിങ്ങിലേക്ക് കുറച്ച് മാറ്റം വരുത്താൻ അറിയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ സന്തോഷത്തിൽ ഇവൾക്ക് താങ്ക്സ് പറയുമ്പം അടുത്ത ദിവസം അവിടേക്ക് വരുന്ന ജിയാങ്ങും ഒരു ഇന്നലെ കുറെ ട്രെയിനിങ് ചെയ്തോണ്ട് യുവമാരൊക്കെ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കും. കാരണം അവിടെ ഒറ്റ മനുഷ്യനെ കാണത്തില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സിയാനും ബാക്കി എല്ലാവരും കൂടെ ഒരു കേക്ക് ആയിട്ട് ഇവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോണ്ട് വരും. കാരണം ഇന്ന് ഇവളുടെ ബർത്ത്ഡേ. അങ്ങനെ അതുകൊണ്ട് ആ സർപ്രൈസ് കണ്ട് ഇവളാണ് സന്തോഷത്തിൽ എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഇവർക്ക് അങ്ങനെ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് സിയാങ്ങും ഇവളുടെ ഫോമിനകത്ത് അത് കണ്ടേന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഓരോരുത്തരും ഇവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോഴാണ് അതേസമയം ഇവിടെ യാൻഷങ്ങും അന്ന് സിയാനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവന് നെക്ലസ് വാങ്ങിച്ചാണ്. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആ സീക്രട്ട് ആയിട്ട് വെച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന് ലിങ് ആണ് നിന്റെ കയ്യിരിക്കുന്ന ജിയാങ്ങിന് കൊടുക്കാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് അവൾക്കൊന്നല്ല എന്നിട്ട് അവനെ അത് മറച്ചു വയ്ക്കുമ്പം ലിങ്ങാനെ അവിടുന്ന് ജിയാങ്ങിനെ കുറിച്ച് പ്രായിക്കൊണ്ടിരിക്കും. എടാ ഒരു ബർത്ത്ഡേ കാരിക്ക് നമ്മളായിട്ടല്ലേ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അവൾ എൻ്റെ അടുത്ത് ലിസ്റ്റ് കൊടുത്തിട്ട് അതൊക്കെ ചെയ്യാൻ പറയുന്നു. എത്ര കഷ്ടപ്പെട്ട് അവൾ പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ബുക്ക് ചെയ്തെന്നറിയാം. അവന് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മുകളിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരെന്താ ശബ്ദം എന്ന് അറിയാൻ വേണ്ടി അവിടെ വെച്ച് നോക്കുമ്പോഴാണ് അവിടെ അവരെല്ലാരും കൂടെ കേക്ക് വരെ മുഖത്തെറിഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ലിങ്ങാണ് ദേഷ്യത്തി നീ എന്റെ മുഖത്ത് കേക്ക് ഇട്ടോടി എന്ന് പറഞ്ഞിട്ട് അവളിട്ട് അങ്ങ് ഓട്ടിക്കും. അങ്ങനെ അതിനേശം യാൻഷങ്ങും അവന്റെ മുഖത്തിലുള്ള കേക്ക് തുടച്ചു കളയാൻ
വേണ്ടി പോകുമ്പോഴാണ് അറിയാതെ സിയാങ്ങിന് വേണ്ടി വാങ്ങിച്ച നെക്ലസും ആ ഗിഫ്റ്റിന്റെ കൂടെ അങ്ങ് ചേരും. അങ്ങനെ അത് കാണാതെ അവനും ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ജിയാങ്ങും കുറെ വൈനൊക്കെ അടിച്ചിട്ട് ഇതൊന്നും പോരെന്നറിഞ്ഞ് അവൾ കുറെ ഓർഡർ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവെല്ലാം കണ്ട് ഷോക്കായി ഇത്രയും കുടിച്ചാൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ച് ഹോസ്റ്റലിൽ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് അവളെ കുറച്ച് ഒഴിക്കാൻ പറയുമ്പം ഇവളെല്ലാരും ഫോഴ്സ് ചെയ്ത് കുറെ കുടിപ്പിക്കും. അങ്ങനെ അതിനുശേഷം ബോധമില്ലാതെ ഇവർ ഓരോരുത്തരും ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യാൻഷങ് ആണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ റോഡിൽ നടുക്കുന്ന് ഒരു ട്രാഫിക് പോലീസായിട്ട് അങ്ങ് മാറും. അങ്ങനെ വണ്ടിയൊക്കെ റോഡിൽ നിന്ന് എടുത്തു മാറ്റടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കാണുന്ന സിയാനാണ് നാണം കെട്ട് ഈ തേങ്ങാത്തല്ലിന് എന്തോ കാണിക്കുന്നു പറഞ്ഞ് അവനെ വിളിച്ചിട്ട് പോകാൻ നോക്കും. പക്ഷെ അവനാണ് ഒരു പോലീസിനെ ഇങ്ങനെ ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ കാറായിട്ട് അവിടെ തടഞ്ഞെടുത്തിക്കൊണ്ടിരിക്കുമ്പം സിയാനാണ് ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് പോലീസ് എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം അവൻ അവിടെ നടന്നുപോയിട്ട് ഇവിടെ ഏതവനാ കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പൂച്ചക്കുട്ടി അങ്ങ് പൊക്കും. അങ്ങനെ അതിനുശേഷം അവനും നീയാണ് അവിടെ റോഡിന്റെ അവിടെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് കുറെ ഫൈനൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഇത് കാണുന്ന അവൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സിയാനും കഷ്ടപ്പെട്ട് അവനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടുമ്പോഴാണ് ഇവൾ അവന്റെ റൂമിൽ ഷിയനെ വിളിച്ച് വന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ ഉറങ്ങി കിടക്കുന്ന അവനെ നോക്കി നിന്നെ കാണാൻ കുറച്ച് ക്യൂട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം അവനാണ് പെട്ടെന്ന് കണ്ണുറക്കും. അങ്ങനെ അതുകൊണ്ട് അവള് പിടിച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പം ഇവനും പതി അടുത്തേക്കൊന്ന് ഇപ്പൊ എന്നെ കുറിച്ച് നീ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് അങ്ങ് വരും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.